വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം മുതൽക്കൊരു പെണ്ണനുഭവിക്കുന്ന വേദന, ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് താഴോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ടാ മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുള് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത്. പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ചില മക്കൾ പറയാറുണ്ട്, ഈ ഉമ്മാന്റെ ഇടയിൽ നിന്ന് മരിച്ചുപോയാ മതിയായിരുന്നു എന്ന്. 2 വർഷം 9 മാസം ഗർഭത്തിലും 2 വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവ് ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ചറബ് ആ മക്കളോട് പൊറുക്കില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളോട് ചോദിക്കുക, അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുമ്മനെ? ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഉമ്മ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, എന്റെ പെരുമാറ്റം എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അത് ഓർത്താ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ. ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം. ഉമ്മല്ലെങ്കിലേ ഉമ്മാന്റെ വിലയറിയൂ. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, റബ്ബേ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും. ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളാനോട് ദിക്ർ ചൊല്ലിയിട്ട് പോണേ മോനെ, തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം, നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തന്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്നു മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം, നിങ്ങൾക്ക് ജീവൻ തന്ന അന്നു മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം, നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല. ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം, ഒരു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം, ഒരു ഉമ്മ നടക്കുമ്പോ പോലും ശ്രദ്ധിച്ചു നടന്ന നടത്തം, ആ കരുതലും സ്നേഹവും നിങ്ങൾക്ക് അന്നവര് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവര് നിങ്ങളെപ്പോലെ മക്കളെ പോലെ എത്തും. ഞാനൊക്കെ പറയാറുണ്ട്, എന്റെ ചെറിയ മോളെ ഞാനിങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും. നമ്മളതിന് തേനെന്നാ പറയാ. ആ തേനൊലിപ്പിക്കല്ലടി എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എന്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എന്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട്. ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയ എന്റെ ചെറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യനെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് എന്റെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോ, എന്റെ ആയുസ്സിൽ എന്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട്, എന്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട്, എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോ, തന്റെ മകള് നനവിലാണെന്നറിയുമ്പോ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ 5ഉം 6ഉം തവണ മക്കളുടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട്
വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെയാ റബ്ബ് പഠിപ്പിച്ചത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരിൽ ഒരാളോ രണ്ടു പേരോ വാർദ്ധക്യത്തിലേക്ക് എത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല. ഒരിഷ്ടം, ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല. വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും. വയറിലേക്ക് ഗർഭം കൊരുക്കുന്ന കാലം മുതൽക്കൊരു പെണ്ണനുഭവിക്കുന്ന വേദന, ഒരു ഉമ്മ അനുഭവിക്കുന്ന ത്യാഗം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാതെ ഓരോ മാസവും തന്റെ വയറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് തന്റെ അരക്ക് താഴോട്ടുള്ള കടച്ചിലും വേദനയും കൊണ്ട് ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് സുഖസുന്ദരനായി കിടന്നുറങ്ങിയാലും ബാക്കി പ്രസവിച്ചിട്ട പല മക്കൾ പല റൂമിൽ കിടന്നാലും ഒന്നും മലർന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉമ്മയെ നിങ്ങൾ കാണാത്തത് കൊണ്ടാ മക്കളെ ഉമ്മ എന്ന വാക്കിന്റെ പൊരുള് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത്. പല മക്കളുടെയും വാക്കുകളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ഉമ്മമാരില്ലേ? ചില മക്കൾ പറയാറുണ്ട് ഈ ഉമ്മാന്റെ ഇടയിൽ നിന്ന് മരിച്ചു പോയാ മതിയായിരുന്നു എന്ന്. 2 വർഷം 9 മാസം ഗർഭത്തിലും 2 വർഷം വലിയൂട്ടിയിട്ടും പിന്നീട് അങ്ങോട്ട് പരുന്തിനും കാക്കക്കും കൊടുക്കാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകന് ഒരു ഉമ്മാന്റെ മുഖത്ത് നോക്കി പറയുന്നത് ജയിക്കാനാണെങ്കിലും ആ മുറിവ് ഉമ്മാന്റെ മനസ്സിലുള്ള കാലത്തോളം പടച്ച റബ്ബ് മക്കളോട് പൊറുക്കില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ അനുസരിക്കുകയും അവന്റെ പ്രവാചകനോട് നീതി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുസരണയോടുകൂടി നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കണം. ആ മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നും ആ മാതാവിന്റെ കണ്ണുകളിൽ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മക്കളോട് ചോദിക്കുക, അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുമ്മനെ? ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന്? സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഉമ്മ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, എന്റെ പെരുമാറ്റം എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അത് ഓർത്താ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ. ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം. ഉമ്മല്ലെങ്കിലേ ഉമ്മാന്റെ വിലയറിയൂ. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, റബ്ബേ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എന്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും. ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളാനോട് ദിക്ർ ചൊല്ലിയിട്ട് പോണേ മോനെ, തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തന്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്നു മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം, നിങ്ങൾക്ക് ജീവൻ തന്ന അന്നു മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം, നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ? അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല. ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം, ഒരു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം, ഒരു ഉമ്മ നടക്കുമ്പോ പോലും ശ്രദ്ധിച്ചു നടന്ന നടത്തം, ആ കരുതലും സ്നേഹവും നിങ്ങൾക്ക് അന്നവര് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവര് നിങ്ങളെപ്പോലെ മക്കളെ പോലെ എത്തും. ഞാനൊക്കെ പറയാറുണ്ട്, എന്റെ ചെറിയ മോളെ ഞാനിങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും. നമ്മളതിന് തേനെന്നാ പറയാ. ആ തേനൊലിപ്പിക്കല്ലടി എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എന്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എന്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട്. ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയ എന്റെ ചെറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യനെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട്.
അന്ന് എന്റെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോ, എന്റെ ആയുസ്സിൽ എന്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട്, എന്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട്, എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോ, തന്റെ മകള് നനവിലാണെന്നറിയുമ്പോ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ 5-6 തവണ മക്കളുടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട് വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെയാ റബ്ബ് പഠിപ്പിച്ചത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരിൽ ഒരാളോ 2 പേരോ വാർദ്ധക്യത്തിലേക്ക് എത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല. ഒരിഷ്ടം, ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല. വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും.